ഓം ശാന്തി 24/5/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനിയായ അച്ഛൻ നിങ്ങളെ ദേഹി അഭിമാനി ആകുന്നതിനുള്ള പഠിത്തം പഠിപ്പിക്കുകയാണ്. ദേഹ അഭിമാനത്തെ ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പുരുഷാർത്ഥം. ചോദ്യം: ദേഹാഭിമാനിയാകുന്നതിലൂടെ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം: നാമരൂപത്തിന്റെ. ഈ രോഗം തന്നെയാണ് വികാരിയാക്കി മാറ്റുന്നത്. അതിനാൽ അച്ഛൻ പറയുകയാണ്, ആത്മ അഭിമാനി ആയിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. ഈ ശരീരത്തോട് നിങ്ങൾക്ക് ആകർഷണം ഉണ്ടാകരുത്. ദേഹത്തോടുള്ള മമത്വം ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ബാബ ജീവൻ ബന്ധനത്തിൽ നിന്നും ജീവൻ മുക്തിയിലേക്ക് പോകുന്നതിനായി നിങ്ങൾക്ക് യുക്തി പറഞ്ഞു തരികയാണ്. ഇത് തന്നെയാണ് പഠിപ്പ്. ഓം ശാന്തി. ആത്മീയ അച്ഛൻ പറയുകയാണ്, ആത്മ അഭിമാനി അഥവാ ദേഹി അഭിമാനിയായി ഇരിക്കൂ. ആരെയാണ് ഓർമ്മിക്കേണ്ടത്? ബാബയെ. ബാബയെയല്ലാതെ മറ്റാരെയും ഓർമ്മിക്കേണ്ടതില്ല. ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുമ്പോൾ ബാബയെ തന്നെ ഓർമ്മിക്കണം. പരിധിയില്ലാത്ത അച്ഛൻ വന്ന് മനസ്സിലാക്കി തരികയാണ്, ദേഹി അഭിമാനി ആകൂ, ആത്മ അഭിമാനി ആകൂ. ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ചുകൊണ്ടേ പോകൂ. പകുതി കൽപ്പം നിങ്ങൾ ദേഹ അഭിമാനികളായിരുന്നു. ഇനി പകുതി കൽപ്പം ദേഹി അഭിമാനി ആയിരിക്കണം. സത്യത്രേതായുഗങ്ങളിൽ നിങ്ങൾ ആത്മ അഭിമാനികളായിരുന്നു. നമ്മൾ ആത്മാക്കളാണ്. ഇപ്പോൾ ഈ ശരീരത്തിന് പ്രായമായി. ഇതിനെ ഇപ്പോൾ ഉപേക്ഷിക്കണം എന്നതെല്ലാം അവിടെ അറിയുമായിരുന്നു. സർപ്പത്തിന്റെ ഉദാഹരണവുമുണ്ട്. അതുപോലെ ഇവിടെയും മാറ്റുകയാണ്. നിങ്ങളും പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് രണ്ടാമത് പുതിയ ശരീരത്തിൽ പ്രവേശിക്കുകയാണ്. അതിനാൽ നിങ്ങൾക്ക് ആത്മാഭിമാനിയായി മാറണം. ആരാണ് ആക്കി മാറ്റുന്നത്? അച്ഛൻ. ബാബ സദാ ആത്മ അഭിമാനിയാണ്. ബാബ ഒരിക്കലും ദേഹാഭിമാനി ആകുന്നില്ല. തീർച്ചയായും ഒരു തവണ വരുന്നുണ്ട്, എങ്കിലും ദേഹാഭിമാനി ആകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാളുടെ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. ഈ ശരീരത്തോട് ബാബയ്ക്ക് ആകർഷണമില്ല. ലോൺ എടുത്തതിനോട് ആകർഷണമുണ്ടാകില്ല. ഈ ശരീരം ഉപേക്ഷിക്കണം എന്നറിയാം. അച്ഛൻ മനസ്സിലാക്കി തരികയാണ്, ഞാൻ തന്നെയാണ് വന്ന് നിങ്ങൾ കുട്ടികളെ പാവനമാക്കി മാറ്റുന്നത്. നിങ്ങൾ സതോ പ്രധാനമായിരുന്നു, പിന്നീട് തമോ പ്രധാനമായി മാറി. ഇപ്പോൾ വീണ്ടും പാവനമാക്കി മാറ്റുന്നതിനായി നിങ്ങൾക്ക് ഞാനുമായുള്ള യോഗം പഠിപ്പിക്കുന്നു. യോഗം എന്ന് പറയാതെ ഓർമ്മ എന്ന് പറയുന്നത് ശരിയായിരിക്കും. ഓർമ്മിക്കാൻ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ അച്ഛനെ ഓർമ്മിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കും അച്ഛനെ ഓർമ്മിക്കണം. ആത്മാവ് തന്നെയാണ് ഓർമ്മിക്കുന്നത്. എപ്പോൾ രാവണ രാജ്യം ആരംഭിക്കുന്നുവോ അപ്പോൾ കുട്ടികൾ ദേഹ അഭിമാനികളായി മാറുന്നു. പിന്നീട് അച്ഛൻ വന്ന് ആത്മാഭിമാനികളാക്കി മാറ്റുന്നു. ദേഹ അഭിമാനികളാകുന്നതിനാൽ നാമരൂപത്തിൽ കുടുങ്ങുന്നു, വികാരികളായി മാറുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും നിർവികാരികളായിരുന്നു. പിന്നീട് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് വികാരിയായി മാറുന്നു. ജ്ഞാനം എന്ന് എന്തിനെയാണ് പറയുക, ഭക്തി എന്ന് എന്തിനെയാണ് പറയുക എന്നതെല്ലാം അച്ഛനാണ് മനസ്സിലാക്കി തന്നത്. ഭക്തി ആരംഭിക്കുന്നത് ദ്വാപരം മുതലാണ്. എപ്പോൾ പഞ്ചവികാരങ്ങളാകുന്ന രാവണന്റെ സ്ഥാപന ഉണ്ടാകുന്നുവോ അപ്പോൾ ഭാരതത്തിൽ തന്നെയാണ്
രാമരാജ്യം, രാവണരാജ്യം എന്ന് പറയുന്നത്. പക്ഷെ എത്ര സമയം രാമരാജ്യം ഉണ്ടായിരുന്നു, എത്ര സമയമാണ് രാവണരാജ്യം നടക്കുന്നത്, ഇത് അറിയില്ല. ഈ സമയത്ത് എല്ലാവരും തമോപ്രധാനവും കല്ല് ബുദ്ധികളുമാണ്. ജനിക്കുന്നത് തന്നെ ഭ്രഷ്ടാചാരത്തിലൂടെയാണ്. അതിനാലാണ് ഇതിനെ വികാരി ലോകം എന്ന് വിളിക്കുന്നത്. പഴയ ലോകവും പുതിയ ലോകവും തമ്മിൽ രാപ്പകലിന്റെ വ്യത്യാസമുണ്ട്. പുതിയ ലോകത്തിൽ ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതത്തെ പോലെ പവിത്ര ഖണ്ഡമാകാൻ മറ്റൊരു ഖണ്ഡത്തിനും സാധിക്കില്ല. പിന്നീട് ഭാരതത്തെ പോലെ ഇത്രത്തോളം അപവിത്രമായി മാറാനും മറ്റാർക്കും സാധിക്കില്ല. ആരാണോ പവിത്രമായിരുന്നത് അവർ തന്നെയാണ് അപവിത്രമായി മാറുന്നത്. ഇനി വീണ്ടും പവിത്രമായി മാറും. നിങ്ങൾക്കറിയാം, ദേവീ ദേവതകൾ പവിത്രമായിരുന്നു. പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് അപവിത്രമായി മാറി. ഏറ്റവും കൂടുതൽ ജന്മമെടുക്കുന്നതും ഇവരാണ്. അച്ഛൻ മനസ്സിലാക്കി തരുന്നു, ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിലെയും അന്തിമ സമയത്താണ് വരുന്നത്. ആദ്യ നമ്പറിലുള്ള ഇദ്ദേഹം തന്നെയാണ് 84 ജന്മങ്ങൾ പൂർത്തിയാക്കി വാനപ്രസ്ഥത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ പ്രവേശിക്കുന്നത്. ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരുണ്ട്. പക്ഷെ അവരെ ആർക്കും അറിയില്ല. കാരണം തമോ പ്രധാനമല്ലേ. ഇവരാരുടെയും ജീവിതകഥ ഒരു മനുഷ്യന് പോലും അറിയില്ല. പൂജിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം അന്ധവിശ്വാസമാണ്. ഭക്തിയെ ബ്രഹ്മാവിന്റെ രാത്രി എന്നാണ് പറയുന്നത്. അതുപോലെ സത്യത്രേതായുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ പകൽ. ഇപ്പോൾ ബ്രഹ്മാവ് പ്രജാപിതാവാണെങ്കിൽ തീർച്ചയായും കുട്ടികളും ഉണ്ടാകില്ലേ? ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് കുലമുണ്ട്, പരമ്പര ഉണ്ടാകില്ല. ബ്രാഹ്മണരാണ് കുടുംബ. കുടുംബയും കാണാൻ കഴിയും. ഇനി ഉയർന്നതിലും ഉയർന്ന പഠിപ്പിക്കുന്ന ആൾ പരമപിത പരമാത്മാവ് ശിവനാണ്. ബാബയ്ക്ക് ഒരു പേരേയുള്ളൂ. പക്ഷെ ഭക്തി മാർഗത്തിൽ അനേകം നാമങ്ങൾ നൽകിയിരിക്കുന്നു. ഭക്തിയിൽ പ്രദർശനം ഒരുപാടാണ്. എത്ര ചിത്രങ്ങൾ, എത്ര ക്ഷേത്രങ്ങൾ, യജ്ഞം, തപം, ദാനം, പുണ്യം മുതലായവ ചെയ്യുന്നു. പറയുന്നു, ഭക്തിയിലൂടെ ഭഗവാനെ ലഭിക്കും. ആർക്കാണ് ലഭിക്കുന്നത്? ആരാണോ ആദ്യമാദ്യം വരുന്നത് അവർ തന്നെയാണ് ആദ്യമാദ്യം ഭക്തി ആരംഭിക്കുന്നതും. ആരാണോ ബ്രാഹ്മണനിൽ നിന്നും ദേവത ആകുന്നത് അവർ തന്നെയാണ്. എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെ പ്രജയും. സർവഗുണസമ്പന്നൻ, 16 കലാസമ്പൂർണൻ, സമ്പൂർണ്ണ നിർവികാരി, അഹിംസ, പരമോ ദേവീ ദേവത ധർമ്മം ഉണ്ടായിരുന്നു. ഭാരതത്തിൽ ഒരേ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു. അപ്പോൾ അളവില്ലാത്ത ധനം ഉണ്ടായിരുന്നു. അച്ഛൻ ഓർമ്മ ഉണർത്തുകയാണ്, നിങ്ങൾ ആദ്യം ദേവീ ദേവതാ ധർമ്മത്തിൽ ഉള്ളവരായിരുന്നു. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. എല്ലാവരും എടുക്കുന്നില്ല. കേവലം 84 ജന്മങ്ങളേയുള്ളൂ. പിന്നീട് അവർ പറയുന്നു 84 ലക്ഷം ജന്മങ്ങളെന്ന്. കൽപ്പത്തിന്റെ ആയുസ്സും ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് പറയുന്നു. അച്ഛൻ പറയുന്നു, ഇത് 5000 വർഷത്തിന്റെ നാടകമാണ്. അതിനാൽ ഇതാണ് ജ്ഞാനം. ജ്ഞാനസാഗരൻ എന്ന് ഒരേ ഒരു ശിവബാബയെക്കുറിച്ചാണ് പാടുന്നത്. അത് പരിധിയുള്ള അച്ഛനാണ്, ഇത് പരിധിയില്ലാത്ത അച്ഛനാണ്. പരിധിയുള്ള അച്ഛന്മാർ ഉണ്ടായിട്ടും ദുഃഖമുണ്ടാകുമ്പോൾ പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നു. പുനർജന്മം എടുത്തെടുത്ത് ലോകം പഴയതും തമോ പ്രധാനവുമായി മാറുന്നു. അപ്പോഴാണ് അച്ഛൻ വീണ്ടും വരുന്നത്. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. ആരിൽ നിന്ന്?
പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന്. എങ്കിൽ തീർച്ചയായും ഇത് ജീവൻ ബന്ധനമല്ലേ? പതീതമാണ്, വീണ്ടും പാവനമായി മാറണം. ഇത് സെക്കൻഡിന്റെ കാര്യമാണ്. ജ്ഞാനം ഒരു സെക്കൻഡിന്റേതാണ്. കാരണം നിങ്ങൾ മറ്റനവധി പഠിപ്പുകൾ പഠിക്കുന്നുണ്ട്. അവിടെയെല്ലാം മനുഷ്യനാണ് മനുഷ്യനെ പഠിക്കുന്നത് ആത്മാവ് തന്നെയാണ്. പക്ഷേ ദേഹാഭിമാനം കാരണത്താൽ സ്വയം ആത്മാവാണ് എന്നത് മറന്ന് പറയുന്നു, ഞാൻ ഇന്ന മിനിസ്റ്ററാണ്, ഇതാണ്. വാസ്തവത്തിൽ ആത്മാവാണ്. ആത്മാവ് പുരുഷൻ സ്ത്രീ രണ്ടുപേരുടെയും ശരീരത്തിൽ പ്രവേശിച്ച് പാട്ടഭിനയിക്കുന്നു എന്ന കാര്യം മറക്കുന്നു. ഇല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നത്. ആരെല്ലാം എന്തെല്ലാമാണ് ആകുന്നത്? അച്ഛൻ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ ഈ പഴയ ലോകം മാറി പുതിയത് ആവുകയാണ്. വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും തീർച്ചയായും ആവർത്തിക്കും. പുതിയ ലോകം സത്തോ പ്രധാനമാണ്. വീടും ആദ്യം പുതിയതായിരിക്കുമ്പോൾ പറയും സത്തോ പ്രധാനമാണെന്ന്. പിന്നീട് ജീർണിച്ച് തമോ പ്രധാനമായി മാറുന്നു. ഈ പരിധിയില്ലാത്ത നാടകത്തെ അഥവാ സൃഷ്ടിചക്രത്തെ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത് പഠിപ്പാണ്, ഭക്തിയല്ല. ഭക്തിയെ പഠിപ്പ് എന്ന് പറയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തിയിൽ ലക്ഷ്യം ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ജന്മജന്മാന്തരങ്ങൾ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ലോകത്തെ മാറ്റണം. സത്യത്രേതായുഗങ്ങളിൽ ഭക്തി ഇല്ല. ഭക്തി ആരംഭിക്കുന്നത് ദ്വാപരം മുതലാണ്. അതിനാൽ ഇതെല്ലാം അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതിനെയാണ് പറയുന്നത് ആത്മീയ അറിവ് അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം. ആത്മീയമായ ജ്ഞാനം ആരാണ് പഠിപ്പിച്ചു തരുന്നത്? സുപ്രീം സോൾ അഥവാ പരമപിതാവാണ് പഠിപ്പിക്കുന്നത്. ബാബ എല്ലാവരുടെയും അച്ഛനല്ലേ? ലൗകിക പിതാവിനെ ഒരിക്കലും പരമപിതാവ് എന്ന് വിളിക്കില്ല. പാരലൗകിക പിതാവിനെയാണ് പരമപിതാവ് എന്ന് വിളിക്കുന്നത്. ബാബ പരംധാമിൽ വസിക്കുന്നവരാണ്. അല്ലയോ ഭഗവാനെ, അല്ലയോ ഈശ്വര എന്ന് വിളിച്ചാണ് അച്ഛനെ ഓർമ്മിക്കുന്നത്. വാസ്തവത്തിൽ അച്ഛന്റെ പേര് ഒന്നേ ഉള്ളൂ. പക്ഷെ ഭക്തിയിൽ അനേക നാമങ്ങൾ നൽകിയിരിക്കുന്നു. ഭക്തിയുടെ വിസ്താരം കൂടുതലാണ്. അതെല്ലാം മനുഷ്യമതമാണ്. ഇപ്പോൾ മനുഷ്യർക്ക് ഈശ്വരീയ മതം ആവശ്യമാണ്. ഈശ്വരീയ മതം ശ്രീമതമാണ്. ശ്രീ 108ന്റെ മാല ഉണ്ടാക്കാറുണ്ടല്ലോ. ഇത് പ്രവൃത്തി മാർഗത്തിന്റെ മാലയാണ്. പിന്നീട് ഏണിപ്പടി താഴെ ഇറങ്ങി പാപ്പരാകുന്നു. ബുദ്ധി ദരിദ്രമാകുമ്പോൾ മനുഷ്യരും പാപ്പരാകുന്നു. ആരാണോ 100% സമ്പന്നരായിരുന്നത് അവർ ഇപ്പോൾ പാപ്പരാണ്. ബുദ്ധിയിൽ പൂട്ട് വീണിരിക്കുന്നു. ഈ പൂട്ട് ആരാണ് ഇട്ടത്? ഗോദ്രേജിന്റെ പൂട്ട് ഇട്ടിരിക്കുകയാണ്. ഭാരതം എത്രത്തോളം ആദ്യ നമ്പറിലായിരുന്നോ അത്രത്തോളം മറ്റൊരു ഖണ്ഡവുമില്ല. ഭാരതത്തിന് വളരെയധികം മഹിമയുണ്ട്. ഭാരതം എല്ലാ ധർമ്മങ്ങളുടെയും വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. പക്ഷെ ഡ്രാമ അനുസരിച്ച് ഗീതയെ ഖണ്ഡിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെയും ഒപ്പം മുഴുവൻ ലോകത്തിന്റെയും തെറ്റാണ്. ഏത് ജ്ഞാനത്തിലൂടെയാണോ അച്ഛൻ പുതിയ ലോകം സ്ഥാപിച്ചത്, ഒപ്പം എല്ലാവരുടെയും സദ്ഗതി ചെയ്തത്, ആ ഗീതയെ ഖണ്ഡിച്ചത് ഭാരതം തന്നെയാണ്. ഭാരതം സർവശ്രേഷ്ഠവും വളരെ സമ്പന്നവുമായ ഖണ്ഡമായിരുന്നു. അതിപ്പോൾ വീണ്ടും ഉണ്ടാവുകയാണ്. ഇത് തലതിരിഞ്ഞ വൃക്ഷമാണ്. ഇതിന്റെ ബീജം മുകളിലാണ്. ബാബയെ വൃക്ഷപതി എന്നാണ് വിളിക്കുന്നത്.
ബൃഹസ്പതിയുടെ ദശയുണ്ടല്ലോ. അച്ഛൻ മനസ്സിലാക്കി തരുന്നു, വൃക്ഷപതിയായ ഞാൻ വരുമ്പോൾ ഭാരതത്തിന് ബൃഹസ്പതി ദശ ആയിരിക്കും, ശ്രേഷ്ഠമായി മാറുന്നു. പിന്നീട് രാവണൻ വരുമ്പോൾ രാഹുവിന്റെ ദശ ഉണ്ടാകുന്നു. ഭാരതത്തിന്റെ അവസ്ഥ എന്താകുന്നു? അവിടെയാണെങ്കിൽ നിങ്ങളുടെ ആയുസ്സും വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ പവിത്രമാണ്. പകുതി കൽപ്പത്തിൽ നിങ്ങൾ 21 ജന്മങ്ങൾ എടുക്കുന്നു. ബാക്കി പകുതി കൽപ്പത്തിൽ നിങ്ങൾ ഭോഗിയായി മാറുന്നതിനാൽ ആയുസ്സും കുറയുന്നു. പിന്നീട് 63 ജന്മങ്ങളും എടുക്കുന്നു. അച്ഛൻ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ സത്തോ പ്രധാനമായി മാറണം. അതിനാൽ എന്നെ മാത്രം ഓർമ്മിക്കൂ. സർവധർമ്മത്തിലുള്ളവരും ഇപ്പോൾ തമോ പ്രധാനമാണ്. എല്ലാവർക്കും ഈ ജ്ഞാനം നൽകാൻ നിങ്ങൾക്ക് കഴിയും. ആത്മാക്കളുടെ അച്ഛൻ ഒന്നാണ്. എല്ലാവരും സഹോദരങ്ങളാണ്. എന്തെന്നാൽ നമ്മൾ ആത്മാക്കൾ ഒരച്ഛന്റെ കുട്ടികളാണ്. ഹിന്ദുവും മുസ്ലിമും സഹോദരങ്ങളാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അർത്ഥം അറിയില്ല. ആത്മാവ് പറയുന്നു ഇത് ശരിയാണെന്ന്. എല്ലാ സഹോദരങ്ങളുടെയും അച്ഛൻ ഒരാളാണ്. സമ്പത്ത് നൽകുന്നത് വലിയ അച്ഛനാണ്. ബാബ വരുന്നതും ഭാരതത്തിലാണ്. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അതാരാണ്, എപ്പോഴാണ് വന്നത്, ഇതാർക്കും അറിയില്ല. നിങ്ങളുടെ യുദ്ധം 5 വികാരങ്ങളുമായാണ്. കാമമാണ് നിങ്ങളുടെ നമ്പർ 1 ശത്രു. രാവണനെ കത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ ആരാണ്, എന്തിനാണ് കത്തിക്കുന്നത്, ഒന്നും അറിയില്ല. ദ്വാപരം മുതൽ നിങ്ങൾ താഴെ ഇറങ്ങി ഈ സമയത്ത് പതീതമായിരിക്കുന്നു. ഒരു ഭാഗത്ത് ശിവബാബയെ ഓർമ്മിച്ച് പൂജിക്കുന്നു. മറുഭാഗത്ത് പിന്നീട് പറയുന്നു ഭഗവാൻ സർവവ്യാപി ആണെന്ന്. ആരാണോ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിയത് അവരെ തന്നെ നിങ്ങൾ മായയുടെ ചക്രത്തിൽ വന്ന് ഗ്ലാനി ചെയ്യുന്നു. അച്ഛൻ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ എണ്ണമില്ലാത്തത്രയും ജന്മങ്ങളിലേക്ക് കൊണ്ടുവന്നു. എന്നെ കണക്കണങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നു. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. പരിധിയില്ലാത്ത അച്ഛന്റെ ഗ്ലാനി ചെയ്ത് എത്രത്തോളം പാപാത്മാക്കളായി തീർന്നിരിക്കുന്നു. ഇത് രാവണ രാജ്യമല്ലേ? ഇതും നിങ്ങൾക്കറിയാം. ഈ സമയത്ത് എല്ലാവരും ഭക്തരാണ്. എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത് ആരാണ്? സത്യഖണ്ഡം സ്ഥാപിക്കുന്നത് എല്ലാവരുടെയും അച്ഛനായ ബാബയാണ്. രാവണനെ അച്ഛനെന്ന് വിളിക്കില്ല. 5 വികാരം എല്ലാവരിലുമുണ്ട്. വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. അതിനാലാണ് ഭ്രഷ്ടാചാരി എന്ന് വിളിക്കുന്നത്. ദേവതകളെ സമ്പൂർണ്ണ നിർവികാരി എന്നാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ സമ്പൂർണ്ണ വികാരികളാണ്. പൂജ്യരായിരുന്ന ദേവതകൾ തന്നെയാണ് പിന്നീട് പൂജാരികളായി മാറുന്നത്. അവർ പറയുന്നത് ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നാണ്. അച്ഛൻ പറയുന്നു ഇത് മറക്കൂ. ആദ്യം സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിലേതാണ്. പിന്നീടാണ് ദേവതാ കുലത്തിലേക്ക് പോകുന്നത്. ഈ ബ്രാഹ്മണ കുലമാണ് സർവോത്തമ കുലം. ബ്രാഹ്മണർക്ക് പരമ്പരയില്ല. ബ്രാഹ്മണരാണ് കുടുംബ. നിങ്ങൾ ബ്രാഹ്മണരല്ലേ? ഏറ്റവും മുകളിലാണ് ശിവബാബ. ഭാരതത്തിൽ വിരാട്ട രൂപം കാണിക്കുന്നു. പക്ഷെ അതിൽ ബ്രാഹ്മണരുടെ കുടുംബയുമില്ല, ബ്രാഹ്മണരുടെ അച്ഛനുമില്ല. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ത്രിമൂർത്തികളുടെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. അഥവാ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഭാരതത്തിന്റെ അടയാള ചിഹ്നം ത്രിമൂർത്തി ശിവൻ ആകുമായിരുന്നു. ഇപ്പോൾ ഇത് മുള്ളുകളുടെ കാടാണ്. അതിനാലാണ് കാട്ടിലെ മൃഗങ്ങളുടെ ചിത്രം കൊണ്ട് അടയാള ചിഹ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
അതിൽ പിന്നീട് എഴുതിയിരിക്കുന്നു സത്യമേവ ജയത്തെ. സത്യയുഗത്തിൽ സിംഹവും ആടും ഒരുമിച്ച് വെള്ളം കുടിക്കുന്നത് കാണിക്കാറുണ്ട്. സത്യമേവ ജയത്തെ അർത്ഥം സത്യത്തിന്റെ വിജയം എന്നാണ്. മുഴുവനായും പാൽക്കടലായി മാറുന്നു. ഉപ്പുവെള്ളമായിരിക്കില്ല. രാവണ രാജ്യത്തിൽ ഉപ്പുവെള്ളവും രാമരാജ്യത്തിൽ പാൽക്കടലുമായിരിക്കും. ഇതിനെ പറയുന്നത് മുള്ളുകളുടെ കാട് എന്നാണ്. പരസ്പരം ആദ്യ നമ്പറിലുള്ള മുള്ളായ വികാരം കൊണ്ട് മുറിവേൽപ്പിക്കുന്നു. അച്ഛൻ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നതാണ്. പേര് തന്നെ രാവണരാജ്യം എന്നാണ്. അച്ഛൻ പറയുന്നു, ഈ 5 വികാരങ്ങളുടെ മേലും വിജയം നേടി ജഗത് ജീത്തായി മാറൂ. ഈ അന്തിമ ജന്മത്തിൽ നിർവികാരിയായി മാറൂ. നിങ്ങൾ തമോ പ്രധാനവും പതീതവുമായിരിക്കുന്നു. വീണ്ടും ഇനി സതോ പ്രധാനവും പാവനവുമായി മാറൂ. ഗംഗ പതീത പാവനിയല്ല. ശരീരത്തിലെ അഴുക്ക് കളയാൻ വീട്ടിലുള്ള ജലത്തിനും സാധിക്കും. ആത്മാവ് ശുദ്ധമാകില്ല. ഭക്തി മാർഗത്തിൽ എത്രയധികം ഗുരുക്കന്മാരാണ്. സദ്ഗതി ചെയ്യുന്ന സദ്ഗുരു ഒന്നേ ഉള്ളൂ. സുപ്രീം ഫാദറുമാണ്, സുപ്രീം ടീച്ചറുമാണ്, ഒപ്പം സുപ്രീം സദ്ഗുരുവുമാണ്. ബാബ തന്നെയാണ് നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സതോ പ്രധാനമായി മാറുന്നതിന് വേണ്ടി ഒരേ ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. ദേഹി അഭിമാനിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. 2. എല്ലാവരോടും പാൽക്കടലായിരിക്കണം. ഈ അന്തിമ ജന്മത്തിൽ വികാരങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കി ജഗത് ജീത്തായി മാറണം. വരദാനം: ബാബയുടെ ഛത്രഛായയിൽ സദാ ആനന്ദത്തിന്റെ അനുഭവം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന വിശേഷ ആത്മാവായി ഭവിക്കൂ. എവിടെ ബാബയുടെ ഛത്രഛായയുണ്ടോ അവിടെ മായയിൽ നിന്നും സുരക്ഷിതമാണ്. ഛത്രഛായയുടെ ഉള്ളിൽ മായയ്ക്ക് വരാൻ സാധിക്കില്ല. പരിശ്രമത്തിൽ നിന്ന് സ്വതവേ ദൂരെയാകും. ആനന്ദത്തിൽ കഴിയും. എന്തുകൊണ്ടെന്നാൽ പരിശ്രമം ആനന്ദത്തിന്റെ അനുഭവം ചെയ്യാൻ അനുവദിക്കില്ല. ഛത്രഛായയ്ക്കുള്ളിൽ കഴിയുന്ന ഇങ്ങനെയുള്ള വിശേഷാത്മാക്കൾ ഉയർന്ന പഠിത്തം പഠിച്ചുകൊണ്ട് ആനന്ദത്തിൽ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് നിശ്ചയമുണ്ട്, നമ്മൾ കൽപ്പകൽപ്പത്തെ വിജയിയാണ്, വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സദാ ആനന്ദത്തിൽ കഴിയൂ. ഒപ്പം മറ്റുള്ളവർക്കും ആനന്ദത്തിൽ കഴിയുന്നതിനുള്ള സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. ഇതാണ് സേവനം. സ്ലോഗൻ: ആരാണോ ഡ്രാമയുടെ രഹസ്യം അറിയാത്തത് അവരാണ് ദേഷ്യപ്പെടുന്നത്. ഓം ശാന്തി.